കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും ഒരു എപ്പിസോഡിൽ കൂടെ നിങ്ങളെ കാണുവാൻ ഇടയായതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതെൻ്റെ 15ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവവചനമായ ബൈബിളിനെ കുറിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിച്ചു. പഴയ നിയമത്തെ കുറിച്ചും അതിലെ വിവിധ പുസ്തകങ്ങളെ കുറിച്ചും സംസാരിച്ചു. എന്നാൽ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെ കുറിച്ചും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും ഈ എപ്പിസോഡിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. മാനവരാശിയുടെ ചരിത്രം കറങ്ങിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ ചുറ്റിപ്പറ്റിയാണ്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി ഭൂമിയിൽ ഇറങ്ങി വന്ന യേശുക്രിസ്തുവിലൂടെ ലോക ചരിത്രത്തിന്റെ കാലയളവിനെ BC എന്നും AD എന്നും വേർതിരിക്കപ്പെട്ടു. കേരളത്തിന്റെ ആലപ്പുഴ ജില്ലയുടെ മാത്രം വലിപ്പമുള്ള ഇസ്രായേൽ ഇന്ന് ചുറ്റുമുള്ള ലോക രാഷ്ട്രങ്ങൾക്ക് ഒരു പരിഭ്രമപാത്രമായി നിൽക്കുന്നു. ഇത് പ്രവചന നിവൃത്തിയാണ്. സഖറിയ 12:2. ലോകരാഷ്ട്രങ്ങളിൽ ചിതറിക്കിടന്ന ഇസ്രായേൽ മക്കളെ, അതായത് അതങ്ങനെ ചിതറിപ്പോകേണ്ടി വന്നതും പ്രവചനം നിവൃത്തിയായതുകൊണ്ടാണ്. കാരണം ദൈവം മുന്നമേ പറഞ്ഞിരുന്നു, നിങ്ങൾ അനുസരണക്കേട് കാണിച്ചാൽ, എന്നെ ധിക്കരിച്ചാൽ നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ ചിതറിപ്പോകും എന്ന് പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിച്ചു. അങ്ങനെ കിടന്നിരുന്ന ഇസ്രായേൽ മക്കളെ അവിടെ നിന്നെല്ലാം കൂട്ടിവരുത്തി ഒരു രാഷ്ട്രമായി രൂപപ്പെടുത്താൻ ദൈവിക പദ്ധതിയിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് നാം അറിയേണ്ടത്. 1948 മെയ് 14 ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടു. ഇത് തിരുവചനമായ ബൈബിളിന്റെ വിശ്വാസ്യതയെ തന്നെ വർദ്ധിപ്പിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ മലാഖി വരെ, മലാഖി പ്രവാചകൻ വരെ പ്രവചനങ്ങളും പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മലാഖി മുതൽ പുതിയ നിയമമായ പുസ്തകമായ മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നതുവരെ, അതായത് 400 വർഷക്കാലം പ്രവചന ശബ്ദം മുഴങ്ങാത്ത ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഈ കാലയളവിൽ ചില ഗൗരവമേറിയ സംഭവ വികാസങ്ങൾ ഇസ്രായേലിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ഭൂരിഭാഗം ജനങ്ങളും പേർഷ്യൻ രാജ്യങ്ങളിൽ ചിതറിക്കിടന്നിരുന്നു. പ്രവാസത്തേക്കാൾ ഉപരി കോളനികളായി തന്നെ അവർ അവിടെയൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഒരു ശേഷിപ്പ് മുഖ്യമായും യൂദാ ഗോത്രത്തിൽ നിന്നുള്ള ദാവീദിന്റെ കുടുംബക്കാരനായ ഒരു രാജകുമാരൻ സെരുബാബേലിന്റെയും ലേവ്യ ഗോത്രത്തിലെ ലേവ്യ പുരോഹിതന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ അവർ കുറച്ചുപേർ മടങ്ങിയെത്തി. ഇതിന് സഹായകമായിട്ട് സൈറസ് അഥവാ കോരസ്
എന്ന വിജാതീയനായ രാജാവും അയാളുടെ പിൻഗാമികളുടെയും അധികാര സമ്മത പത്രങ്ങളും ഇസ്രായേലിന് ലഭിച്ചിരുന്നു. ഇതും പ്രവചനമായി തന്നെ നടന്ന ഒരു വസ്തുതയാണെന്ന് നാം മനസ്സിലാക്കണം. ദാനിയേൽ 5-ാം അധ്യായം 18-ാം വാക്യം, 9-ാം അധ്യായം 24-ാം വാക്യം ഇതിൽ വായിച്ചാൽ നമുക്ക് ഈ പ്രവചനം നിവർത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മടങ്ങി വന്നവർ എന്ത് ചെയ്തു? ഇസ്രായേലിൽ ദൈവാലയ ആരാധന പുനരാരംഭിച്ചു. പഴയ നിയമകാലം തീർന്ന ശേഷം 100 വർഷങ്ങൾ വരെ പേർഷ്യൻ ഭരണം നിലനിന്നിരുന്നു. ആ കാലയളവിൽ സിറിയയിൽ നിന്നുള്ള ഗവർണർമാർ ഇസ്രായേൽ ഭരിച്ചിരുന്നു. അവർ ആരാധനകളും ചെറിയ അധികാരങ്ങളുമൊക്കെ പുരോഹിതന്മാർക്ക് കൊടുത്തിരുന്നു. BC 334 സിറിയ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കീഴിൽ പിടിച്ചടക്കപ്പെട്ടു. അപ്പോഴും യഹൂദന്മാർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു. BC 198 യഹൂദിയെ അന്ത്യോക്കസ് മൂന്നാമൻ ആക്രമിച്ച് സിറിയയോട് കൂട്ടിച്ചേർത്തു. ഈ സമയത്താണ് ആ നാട് 5 പ്രോവിൻസുകളിലായി തിരിക്കപ്പെട്ടത്: ഗലീലി, സമരിയ, യഹൂദ്യ, ട്രക്കോണൈറ്റിസ് ആൻഡ് പെറിയ. BC 168 അന്ത്യോക്കസ് എപ്പിഫാനസ്, അതായത് ദാനിയേൽ 8:9 പറയുന്ന ചെറിയ കൊമ്പ്, ദ സ്മോൾ ഹോൺ ഓഫ് ഡാനിയേൽ 8:9, യെരുശലേമിനെയും മന്ദിരത്തെയും നശിപ്പിച്ചു. പന്നിയെ അറുത്ത് ജൂപ്പിറ്റർ ദൈവത്തിന് ബലി കൊടുത്തു. ഇതിനെ ബൈബിൾ പറയുന്നത് ഡെസലേഷൻ എന്നാണ്. ദാനിയേൽ 8:13 പറയുന്ന ഡെസലേഷൻ, മിളച്ചമായത്, മിളച്ചതയിൽ ശൂന്യമാക്കുന്നവൻ അത് ചെയ്തു എന്നുള്ളതാണ്. ദേവാലയ ആരാധന നിരോധിക്കപ്പെട്ടു. ജനങ്ങളെ കൊണ്ട് പന്നിമാംസം ഭക്ഷിപ്പിച്ചു. ജനങ്ങൾക്ക് ഇസ്രായേലിൽ നിഷിദ്ധമായിരുന്ന ഒരു സംഗതിയായിരുന്നു ഇത്. അവരെ കൊണ്ട് പന്നിമാംസം കഴിപ്പിച്ചു. ഈ സംഭവം മക്കാബിയരുടെ ശക്തമായ എതിർപ്പിന് കാരണമായി. മട്ടാത്യാസ് എന്ന ഒരു പുരോഹിതന്റെ നേതൃത്വത്തിൽ യഹൂദന്മാരുടെ ഒരു പടയണി ഇസ്രായേലിന്റെ മോചനത്തിനായി പുറപ്പെട്ടു. BC 165 യെരുശലേം വീണ്ടെടുക്കപ്പെട്ടു. BC 165 യെരുശലേം വീണ്ടെടുക്കപ്പെട്ടു. ദേവാലയ ആരാധന വീണ്ടും ആരംഭിച്ചു. റോമൻ ഭരണാധികാരിയായിരുന്ന ജൂലിയസ് സീസറിന്റെ കീഴിലായിരുന്നു ഈ കാലമൊക്കെയും ഇസ്രായേൽ. യേശുക്രിസ്തു ജനിക്കുമ്പോൾ ഹെരോദാവായിരുന്നു രാജാവ്. ഒരു കാര്യം എടുത്തു പറയുവാനുള്ളത്, ഇസ്രായേലിൽ രാഷ്ട്രീയവും മതപരവുമായ ഭരണങ്ങൾ നടന്നു. എന്നാൽ യഹൂദൻ തന്റെ പ്രവചന മനസ്സിന്റെ സാന്നിധ്യം കൈവിടാതെ സൂക്ഷിച്ചു എന്നുള്ളതാണ്. പ്രിയ ദൈവജനമേ, ബൈബിളിൽ കൂടി നിറവേറുന്നത് പ്രവചന നിവൃത്തിയാണെന്ന് നാം അറിയണം. സർവശക്തനായ ദൈവം തന്റെ പഴയ നിയമ കാലഘട്ടങ്ങളിൽ താൻ തിരഞ്ഞെടുത്ത
ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു ആലോചനകളും പദ്ധതികളുമെല്ലാം നടത്തിയത് എങ്കിൽ താൻ തന്നെ പുതുക്കിയ ഉടമ്പടി പ്രകാരം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ മുഴു ലോകർക്കുമായി തന്റെ ആലോചനകളും പദ്ധതികളും ആവിഷ്കരിച്ചു എന്നുള്ളതാണ് സത്യം. ജെറമ്യ 29:11 നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയും: നിങ്ങൾ പ്രത്യാശിക്കുന്ന സമാപ്തി നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന പദ്ധതികൾ എന്തെല്ലാമെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് യഹോവ പറയുകയാണ്. വീണ്ടും കർത്താവ് പറയുന്നത്: അപ്പോൾ നിങ്ങൾ എന്നോട് വിളിച്ചപേക്ഷിക്കും, എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഇപ്രകാരം യഹോവ അരുളി ചെയ്തിരിക്കുന്നു. ഉൽപ്പത്തിയിൽ തന്നെ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം കൽപ്പിച്ചതും പ്രവചിച്ചതുമായ ഒരു കാര്യം നിറവേറാനുണ്ടായിരുന്നു. എന്താണ്? ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സാത്താന്റെ, അതായത് പഴയ പാമ്പിന്റെ തല തകർക്കുമെന്നും പാമ്പ് സാത്താൻ സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ തകർക്കുമെന്നും ദൈവം പ്രവചിച്ചിരുന്നു. ഇത് നിറവേറുന്നത് എങ്ങനെ സംഭവിക്കണം? ആദാം മുതൽ നോഹ വരെയും അബ്രഹാം മുതൽ മോശ തുടങ്ങി ദാവീദ് രാജാവിലൂടെ വംശാവലിയിൽ കൂടി ഭൂമിയിൽ ജനിക്കേണ്ടിയിരുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചായിരുന്നു ഈ പ്രവചനം നടന്നത് എന്ന് നാം അറിയണം. സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിൽ വന്നിറങ്ങിയത്, അവതരിച്ചത് യേശുക്രിസ്തുവായിരുന്നു. അവൻ വചനമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി ഭൂമിയിൽ അവതരിച്ചുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം 1 മുതൽ വായിച്ചാൽ 14-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ പുസ്തകങ്ങളിൽ പ്രവചിക്കപ്പെട്ടിരുന്ന മുഖ്യ വിഷയം യേശുവാകുന്ന വിത്ത് അഥവാ സീഡ് ഓഫ് വുമൺ ആയിരുന്നു. ഈ യേശു ഇറങ്ങി വന്ന തലമുറകളിലെ കഥാപാത്രങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കൗതുകമുണ്ട്, ഒരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ മനുഷ്യ ഗോത്രങ്ങളിലൂടെ ഇറങ്ങി വന്നതാണല്ലോ. അതിൽ ഉന്നത കുലജാതരുണ്ട്, വിജാതീയരുണ്ട്, പാപികൾ ഉണ്ടായിരുന്നു, വേശ്യകൾ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി ഒത്തിരി നാം പ്രതീക്ഷിക്കാത്ത പല തലമുറകളിൽ കൂടെയാണ് കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഇറങ്ങി വരുന്നത് കാണാൻ സാധിക്കും. അവസാനം ഒരു കന്യകയിൽ കൂടി ജനിക്കുവാൻ, അതായത് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ പുരുഷന്റെ പങ്കാളിത്തമില്ലാതെ ജനിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. അത് നിറവേറ്റുവാൻ മനുഷ്യന്റെ പങ്കാളിത്തം വേണ്ടിയിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ദൈവം നിശ്ചയിച്ചത് നടന്നു. ഒരു കന്യകയിൽ തന്നെ അത് സംഭവിച്ചു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന്റെ പേര് ഇമ്മാനുവേൽ അഥവാ യേശു എന്ന് വിളിക്കപ്പെടുമെന്ന്
യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞിരുന്നു. 7:14-9:6. മീഖാ പ്രവാചകനും വിളിച്ചു പറഞ്ഞു. സഖറിയ പ്രവാചകനും വിളിച്ചു പറഞ്ഞു. ദൈവജനമേ ഓർക്കുക, ഇതെല്ലാം ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം, മുൻ ഇഷ്ടപ്രകാരം, മുൻ പ്രവചനപ്രകാരം നിറവേറിയ കാര്യങ്ങളാണെന്ന് നാം മനസ്സിലാക്കിയാൽ കൊള്ളാം. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന യേശു കർത്താവ് ഈ പാപികളിൽ കൂടെ എല്ലാം ഇറങ്ങി വന്നു ജനിച്ചു. എങ്കിലും എവിടെയാണ് ജനിച്ചു വീണത്? ബേത്ലഹേമിന്റെ താഴ്ചയിൽ. എവിടെയാണ്? ഒരു പശു തൊഴുത്തിലാണ്. ദൈവമക്കളെ, ദിവ്യ നക്ഷത്രം കണ്ട വിദ്വാൻമാർ നടന്നു വന്ന് ചേർന്നത് എവിടെയാണ്? ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിലാണ്. അവർ ചോദിച്ചു, യഹൂദന്റെ രാജാവായി പിറന്നവൻ എവിടെ? അവരന്തം വിട്ടുപോയി. അങ്ങനെ ഒരു ജനനം ഇവിടെ നടന്നില്ലല്ലോ. പക്ഷേ അവർ ഒന്നും പറയാതെ അവിടെ നിന്ന് തിരിച്ചു. ദിവ്യ നക്ഷത്രത്തിന്റെ ആ ലാക്ക് നോക്കി അവർ നടന്നു. അവർ ചേർന്നത് ബേത്ലഹേമിലെ പശുത്തൊട്ടിയിൽ. അവിടെ ചെന്ന് ഉണ്ണിയായ യേശുവിനെ ആ വിദ്വാൻമാർ കണ്ടു എന്നാണ് നാം ബൈബിളിൽ വായിക്കുന്നത്. പശുത്തൊഴുത്തിലാണ് കണ്ടത്. അപ്പോൾ കർത്താവ് ഇറങ്ങി വന്നത് ആ താഴ്ചയിലോട്ടാണ്. ദൈവത്തിൻ്റെ പുത്രനായി ദൈവത്തിൻ്റെ മടിയിൽ പ്രമോദിച്ചുകൊണ്ടിരുന്ന സ്വന്തം ഓമന പുത്രൻ സ്വർഗീയ ഉല്ലാസങ്ങളും സന്തോഷങ്ങളും എല്ലാം വെടിഞ്ഞ് മനുഷ്യരാശിയുടെ പാപം ചുമന്ന് ക്രൂശിൽ ചുമന്നൊഴിച്ച് കഷ്ടപ്പെട്ട് ക്രൂശു മരണം നടത്തി എടുത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരാമെന്നുള്ള തീരുമാനത്തോടുകൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് യേശു. മാനവജാതിയുടെ പാപഭഗിരമായ ആ ശാപവും പാപവും മാറണമെങ്കിൽ ഒരു പാപപരിഹാരയാഗം നടത്തണം. അത് ദൈവത്തിൻ്റെ നിത്യനായ നീതിമാനായ ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു. അത് പുത്രമുഖാന്തരം കാൽവറിയിൽ സാധിച്ചു. പിതാവേ, അവിടുത്തെ പൊന്നിഷ്ടം ചെയ്യുവാൻ ഞാനിതാ ഇറങ്ങി വരുന്നു. നീ എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു. അതെ, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടി കിട്ടിയപ്പോഴും ക്രൂശ് ചുമന്നപ്പോഴും ക്രൂശിൽ ചമ്മട്ടി അടി കൊണ്ടപ്പോഴും അല്ലാതെ തൂണിൽ കെട്ടിവെച്ച് അടിച്ചപ്പോഴും ചാട്ടവാറുകൊണ്ട് മാംസപിണ്ഡങ്ങൾ വലിച്ച് ആടിച്ച് തൊഴിച്ച് പറിച്ചപ്പോഴും ഒക്കെയും കർത്താവിന് വേദന തിന്ന് സഹിച്ചു കിടന്നത് ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറുവാൻ വേണ്ടി മാത്രമാണ്. അതെന്തിനാണ്? തൻ്റെ സൃഷ്ടികളായ മനുഷ്യരുടെ പാപം, ആദം മുതൽ ഇനി ജനിക്കാൻ പോകുന്ന മനുഷ്യരുടെയും പാപം എന്നാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ഈ ഓമന പുത്രനെ നൽകുവാൻ, ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം അറിയണം, ഇത് എല്ലാം പ്രാവചനികമായി നിറവേറിയ കാര്യങ്ങളാണ്. കൊട്ടാരം മുതൽ കുടിൽ വരെ ഈ നല്ലവനും വല്ലഭനുമായ ദൈവത്തിൻ്റെ പരിപാലനം കാണാൻ നമുക്ക് കഴിയും. യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്മാരുടെ ദൈവം വിളിച്ചു പറഞ്ഞു. മോശെ, യെശയ്യാ, മീഖാ, സഖറിയാവ് തുടങ്ങിയവർ കൂടെ ബൈബിളിലെ ഈ പ്രവചനങ്ങൾ വിളിച്ചു പറഞ്ഞത് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചായിരുന്നു. യെശയ്യാ 7:14, 9:6, മീഖാ 5:2 തുടങ്ങിയ പ്രവചനങ്ങൾ. ബൈബിളിലെ 1000 പ്രവചനങ്ങളിൽ 333 പ്രവചനങ്ങൾ യേശുവിനെ കുറിച്ചുള്ളത് മാത്രമായിരുന്നു. ഇനി നിറവേറാനുള്ള ചുരുക്കം ചില പ്രവചനങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം
നിറവേറപ്പെട്ടിരിക്കുകയാണ്. ബൈബിൾ അവതരിപ്പിച്ച ലോകരക്ഷകന്റെ ചരിത്ര സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? മരണത്തെയും പാതാളത്തെയും സാത്താനെയും ലോകത്തെയും ജയിച്ചടക്കി സ്വർഗത്തിലേക്ക് കയറിപ്പോയ നമ്മുടെ ലോകരക്ഷിതാവായ വീണ്ടെടുപ്പുകാരനായ യേശു വീണ്ടും വരും. തനിക്കായി ഒരുങ്ങി കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർത്ത് കൊണ്ടുപോകുവാൻ വീണ്ടും വരും. ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. എൻ്റെ പിതാവിൻ്റെ ഇടത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ സ്ഥലം ഒരുക്കി തിരികെ ഭൂമിയിൽ വന്ന് നിങ്ങളെ ചേർത്തുകൊണ്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഞാൻ ആക്കും. ഇതാണ് യേശുവിന് തന്നിട്ടുള്ള ഉറപ്പ്. യേശു വീണ്ടും വരും. അതുകൊണ്ട് ലോകത്തുള്ള തന്റെ മക്കൾ, അതായത് വീണ്ടെടുക്കപ്പെട്ടവർ, തിരുവചനപ്രകാരം ജീവിക്കണമെങ്കിൽ സ്വന്തം കഴിവിൽ സാധിക്കില്ല. അതുകൊണ്ട് യേശു പിതാവിനോട് അപേക്ഷിച്ച് ഒരു കാര്യസ്ഥനെ നമുക്ക് ഭൂമിയിൽ അയച്ചിട്ടുണ്ട്. അതാരാണ്? പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. ഇവർ മൂന്നുപേരും ആത്മാവാണ്. ദൈവം ആത്മാവാണ്, പുത്രൻ ആത്മാവാണ്, പരിശുദ്ധാത്മാവും ആത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭൂമിയിൽ തന്നെ ഉണ്ട് 2000 വർഷം കൊണ്ട്. യേശു പറഞ്ഞു, അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഞാൻ നിങ്ങളോട് സംസാരിച്ച എല്ലാ കൽപ്പനകളും എല്ലാ കാര്യങ്ങളും അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെയും അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. അവൻ നിങ്ങളെ ഒരു സഹായകനായി നിങ്ങളെ സകലത്തിലും വഴി നടത്തി നിങ്ങളെ ബലപ്പെടുത്തി നിങ്ങൾക്ക് കൃപയും കൃപാവരങ്ങളും നിങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് എന്റെ സാക്ഷികളായി ജീവിപ്പാൻ നിങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവൻ നിങ്ങളോടുകൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നുകൂടെ തിരുവചനം 4:30. വീണ്ടെടുപ്പിൻ നാളിനായി നമ്മെ മുദ്ര ചെയ്തിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, ഈ ആത്മാവിനെ കെടുക്കാതെ നാം എപ്പോഴും ആത്മനിറവിൽ ജീവിക്കുവാൻ ശ്രമിച്ചാൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാക്കുവാൻ നമുക്ക് കഴിയും. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെക്കാൾ അധികം അത്ഭുതങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ ചെയ്തെടുക്കാൻ കഴിയും. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് വിളിച്ചു പറഞ്ഞ ദൈവത്തിന്റെ അന്ത്യകാല അഭിഷേകം യോവേൽ 2:28 കൂടെ വിളിച്ചു പറഞ്ഞ ആ അഭിഷേകത്തിന്റെ നാളുകളാണിതെല്ലാം. കുഞ്ഞുങ്ങൾ ദർശനങ്ങൾ കാണും, ചെറുപ്പക്കാർ, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അപ്പോൾ നിങ്ങളുടെ ചെറുപ്പക്കാർ, നിങ്ങളുടെ മക്കൾ പ്രവചിക്കും. ഇപ്രകാരം ഒരു 7 ഫോൾഡ് 7 മടങ്ങ് ആത്മാവിന്റെ ശക്തിയോടുകൂടെ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അന്ത്യനാളുകളിൽ. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നാം ഇത് മനസ്സിലാക്കാതെ പോകരുത്. സാത്താനിടം കൊടുക്കരുത്. നമ്മുടെ രഹസ്യത്തിലൂടെ, സംസാരത്തിലൂടെ, പ്രവൃത്തിയിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ സാത്താനിടം നാം കൊടുക്കരുത്. ഇതെല്ലാം വിധിക്കപ്പെടുന്ന കാര്യങ്ങളാണെന്നും കൂടെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നാം എന്ത് ചിന്തിച്ചാലും അത് ദൈവസ്ഥപ്രകാരമായിരിക്കണം. എന്ത് രഹസ്യം നാം ഹൃദയത്തിൽ സൂക്ഷിച്ചാലും അത് ദൈവസ്ഥപ്രകാരമായിരിക്കണം. എന്ത് വായിൽ കൂടെ സംസാരിച്ച് വിടുന്നുവോ അതെല്ലാം കേൾക്കുന്നവർക്ക് കൃപയും അനുഗ്രഹവും ഉണ്ടാകത്തക്ക രീതിയിൽ സംസാരിക്കാവൂ. ദൈവഇഷ്ടപ്രകാരമായിരിക്കണം, തിരുവചനപ്രകാരമായിരിക്കണം. അതുകൊണ്ട് തിരുവചനം നല്ലവണ്ണം വായിച്ച് ധ്യാനിച്ച് ഗ്രഹിച്ചു വെച്ചാൽ, ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും അനുഗ്രഹമായിരിക്കും. കാരണം എന്താ? ഈ തിരുവചനമാണ് നമ്മുടെ ഉള്ളിൽ നെഞ്ചിലേറ്റപ്പെടേണ്ട
ഹൃദയം നിറഞ്ഞു നിൽക്കേണ്ട ശുഭവചനങ്ങൾ. ഈ വചനങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇത് മാത്രമേ നമ്മുടെ നാവിൽ കൂടെ വെളിയിൽ വരത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും തിരുവചന ധ്യാനം നടത്തുക. സമയം കിട്ടുമ്പോഴൊക്കെയും സദാ നേരവും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. സ്വന്തം കഴിവിൽ നമുക്കൊരിക്കലും നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ കഴിയത്തില്ല. നമുക്ക് വിശ്വാസത്തിൽ വളരണം, വിശുദ്ധിയെ തെളിയിക്കണം, ദൈവിക പരിജ്ഞാനത്തിൽ വളരണം, ദൈവനീതി പ്രവൃത്തികളിൽ വളരണം, വിശുദ്ധീകരണം പ്രാപിക്കണം. 3 തരത്തിലുള്ള സമ്പൂർണ്ണ വിശുദ്ധീകരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. എന്താണ്? വചനപ്രകാരം, പിന്നെന്താ? പരിശുദ്ധാത്മാവിൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. ഇങ്ങനെ സമ്പൂർണ്ണ വിശുദ്ധീകരണം. ഇതിനെല്ലാം നമുക്ക് അത്യാവശ്യമായ കാര്യം എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹായവുമാണ്. പരിശുദ്ധാത്മാവെന്ന ആ വാഗ്ദത്ത വിഷയം നാം പ്രാപിച്ചേ മതിയാവൂ. നിങ്ങൾ ഏബ്രഹാമിന്റെ മക്കളെങ്കിൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം നിങ്ങൾ പ്രാപിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആത്മീയ ഇസ്രായേലാവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ഇപ്പോഴത്തെ ജഡീക ഇസ്രായേൽ യഹൂദന്മാർ, അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർ ജഡീക ഇസ്രായേൽ, യഹൂദന്മാർ ജഡീക ഇസ്രായേലാണ്, നാം ആത്മീയ ഇസ്രായേലാണ്. കാരണം ഇസ്രായേലിന് ദൈവം കൊടുത്ത അതേ ആത്മാവ് ഇപ്പോൾ വാരിക്കോരി നമ്മിൽ ചൊരിഞ്ഞിരിക്കുകയാണ്. മുട്ടുകുത്തുന്ന പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന്റെ മേൽ വാരിക്കോരി ചൊരിയുകയാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ, വിത്തൗട്ട് മെഷർ. ദൈവമക്കളെ, ഇതാണ് സുപ്രധാന കാലം, ഇതാണ് രക്ഷാ ദിവസം. നിങ്ങൾ ഇത് നഷ്ടപ്പെടുത്തി കളയരുത്. കിട്ടുന്ന സമയം മുഴുവനും ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കുക, ആത്മാവിൽ നിറഞ്ഞിരിക്കുക. നിങ്ങളെ ഒരു ശക്തിക്കും തൊടുവാൻ കഴിയത്തില്ല. അന്ത്യകാലത്ത് പോരാട്ടങ്ങളുണ്ട്, അത് മനസ്സിലാക്കണം. പിശാചുക്കൾ ലോകത്തിൽ കടന്നിരിക്കുകയാണ്. ആ ഗ്രീക്ക് ദേവന്മാരുടെ ദേവതകൾ, പിശാചുക്കൾ, അസ്തോരത്ത്, ജസബേൽ, ഈ പിശാചുക്കൾ അവരുടെ ദേവതമാരാണ്. ആ പെൺ പിശാചുക്കളെല്ലാം, പിശാചുക്കളിൽ ആണും പെണ്ണൊന്നും ഇല്ല എങ്കിൽ തന്നെയും അവർ ദേവതകളെന്നും പറഞ്ഞാണ് നടക്കുന്നത്. അവര് ഇന്ന് ലോകത്തിൽ ഇറങ്ങി തിരിഞ്ഞ് സകല ചെറുപ്പക്കാരെയും വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. രക്തച്ചൊരിച്ചിലാണ്. ഈ ചെറുപ്പക്കാരെ കൊണ്ട് ഈ വ്യഭിചാരവും കൊലപാതകവും നടത്തിക്കുന്നതെല്ലാം ഈ പിശാചുക്കളാണെന്ന് നാം മനസ്സിലാക്കണം ദൈവമക്കളെ. ആരും ഒരു മനുഷ്യനും സ്വമനസാൽ അവൻ ഇതൊന്നും ചെയ്യുന്നതല്ല. ഈ പൈശാചിക സ്പിരിറ്റ് മനുഷ്യരുടെ ഉള്ളിൽ കയറുമ്പോൾ അവൻ നമ്മുടെ ചിന്തകളെ മാറ്റിമറിച്ച് ജഡത്തിന്റെ പ്രവൃത്തികളായ ഈ പ്രവൃത്തികളെല്ലാം അവൻ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളെ നാം വെച്ചൊഴിയണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പിന്നെ പഴയത് നാം എടുക്കരുത്, പഴയത് കഴിഞ്ഞുപോയി. നാം നമ്മുടെ പഴയ മനുഷ്യനെ അവന്റെ സകല രാഗമോഹങ്ങളോടും കൂടെ ഉരിഞ്ഞു കളയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ നാം ക്രൂശിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിനും ലോകം എനിക്കുമായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത്, ഒരു ആത്മീയന്റെ ശത്രുക്കൾ ആരാണ്? അവന്റെ സ്വന്തം ജഡം തന്നെ ഒന്നാമത്തെ ശത്രു. 2 ഇന്ദ്രിയങ്ങൾ, 3 സാത്താൻ, 4 ഈ ലോകം. ഇപ്പൊ ലോകം, ജഡം, സാത്താൻ, ഇതെല്ലാം നമ്മുടെ ശത്രുക്കളാണ്. നാം ഒന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. കാരണം ഇതെപ്പോഴും നമുക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കും. ജഡത്തിന് സൂഹിക്കണം, തിന്നണം, കുടിക്കണം, കിടക്കണം, ഇതൊക്കെയാണ് ചിന്തകൾ. എന്നാൽ നമ്മുടെ ആത്മമനുഷ്യനുണ്ട്, അകത്തെ മനുഷ്യൻ. അതാണ് ആത്മമനുഷ്യൻ. നമ്മുടെ ആത്മാവ് ദൈവം തന്നിരിക്കുന്നതാണത്. ആ ആത്മമനുഷ്യൻ വളരാൻ നാം അനുവദിക്കണം. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പരിശുദ്ധാത്മാവ് വന്ന് ഈ ആത്മാവിൽ പൊരുന്നിരുന്നു കൊണ്ട് അവനെ വളർത്തും.
അതിനെ ബലപ്പെടുത്തും, കൃപയും കൃപാവരങ്ങളും കൊടുക്കും. കാരണം എന്താ? പരിശുദ്ധാത്മാവ് 1 പത്രോസ് 4:14 പറയുന്നു, മഹത്വത്തിന്റെ ആത്മാവാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മളെ മഹത്വപ്പെടുത്തും, ദൈവ മഹത്വം നമ്മിൽ കൊണ്ടുവരും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. നാം പരിശുദ്ധാത്മാവിൽ നിന്ന് മാറിപ്പോയോ നാം പോയി വീഴുന്നത് സാത്താന്റെ കരകളിലായിരിക്കും. ദൈവമക്കളെ ഓർക്കുക. അതുകൊണ്ട് തിരുവചനം വളരെ ശക്തിയോടെ വാദിക്കും. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ വളരെ സൂക്ഷിക്കുക. കാലം വല്ലാത്ത കാലം. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുക. അതിന് നാം എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ് നമ്മുടെ നിലനിൽക്കണമെങ്കിൽ നാം ദൈവകൽപ്പന അനുസരിച്ച് മതിയാവും. വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം നാം സൂക്ഷിച്ചേ മതിയാവും. വിശ്വാസം ചോരാതെ, വിശുദ്ധി ചോരാതെ, പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ചോർന്നു പോകാതെ നാം സൂക്ഷിക്കണം. ബൈബിൾ വിളിച്ചു പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, തിരുവചനം ഒഴിഞ്ഞു പോകുന്നില്ല. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ഈ ഭൂമി തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഉള്ള ഒരു പ്രവചനം പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. 2 പത്രോസ് 3:10. ദൈവം തീർക്കുന്ന പുത്തൻ യെരുശലേമിലും പുത്തൻ ഭൂമിയിലും പുതിയ ആകാശത്തിലുമായി നാം നമ്മുടെ നിത്യത കഴിക്കേണ്ടവരാകും ദൈവത്തോടുകൂടെ. ഭക്തിയോടും പ്രാർത്ഥനയോടും നാം ജീവിക്കേണ്ടതാണ്. ഈ സത്യം അറിയുമ്പോൾ ആദാം മുതൽ ഈ ഭൂമിയിൽ ഇനി ജനിക്കുവാൻ പോകുന്ന മനുഷ്യർ വരെ അവർ വിശുദ്ധന്മാർ മാത്രമേ ഉൽപ്രാവണത്തിൽ പങ്ക് ഉണ്ടാകത്തുള്ളൂ, ഉയർക്കത്തുള്ളൂ എന്ന് നാം അറിയണം. അതുകൊണ്ട് വിശുദ്ധി സൂക്ഷിക്കണം, വിശുദ്ധരായിരിക്കണം നാം. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനായതുപോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഞാൻ ആത്മീയനായതുപോലെ നിങ്ങളും ആത്മീയരായിരിക്കും. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അതുകൊണ്ട് ഞാൻ പിതാവിൽ നിന്ന് മേടിച്ച് നിങ്ങൾക്ക് വേണ്ടി അയച്ചിരിക്കുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കുകയോ കെടുത്തിക്കളയോ ചെയ്യാതെ ആത്മനിറവിൽ നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾ ശീലിക്കണം, പ്രാക്ടീസ് ചെയ്യണം. കർത്താവിൻ്റെ വരവെങ്കിലെല്ലാം നാം രൂപാന്തരപ്പെടും. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ ഉയർച്ചയുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തിക്കൊണ്ട് അവൻ വാനമേഘങ്ങളിൽ യേശു പറന്നുയരാൻ പോവുകയാണ്. അടുത്ത വരവെങ്കിൽ, രഹസ്യ വരവെങ്കിൽ, അതാണ് സഭയുടെ ഉൽപ്രാവണം. സഭയുടെ ഉൽപ്രാവണം കഴിഞ്ഞാൽ നാം ഐറയിൽ അഥവാ സ്വർഗത്തിൽ പർദീസയിൽ നമ്മെ കൊണ്ടാക്കിയിട്ട് കർത്താവ് 7 വർഷം അന്തിക്രിസ്തു എതിർ ക്രിസ്തു ഭൂമി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും വിളികളും നിലവിളികളും മഹാപീഡനവും ഉപദ്രവവും എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കും. അത് കൊടുമ്പിരിക്കൊള്ളുമ്പോൾ 7 വർഷത്തിൻ്റെ മധ്യത്തിലോ അവസാനത്തിലോ നമ്മുടെ കർത്താവ് വീണ്ടും ഇറങ്ങി വരും. പ്രിയ ദൈവമക്കളെ ഓർത്തോളണം, നമ്മെ കൊണ്ടുപോകുവാൻ. ആ സമയത്താണ് നാം എല്ലാവരും എടുക്കപ്പെട്ട് ഉൽപ്രാവണം പ്രാപിച്ചു പോകുന്നത്. എന്നാൽ നാം പരദേശിയിലായിരിക്കുമ്പോൾ നാം സൂക്ഷിക്കേണ്ട കാര്യം ഭൂമിയിൽ അന്തിക്രിസ്തു ഭരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ 7 വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ കർത്താവ് ഉയർത്തിക്കൊണ്ടുപോയ, ഉൽപ്രാവണം ചെയ്തു കൊണ്ടുപോയ സഭയോടുകൂടെ വാനസൈന്യങ്ങളോടുകൂടെ കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വരും. അന്ന് എല്ലാവരും അവനെ കുത്തിയ കണ്ണും അവനെ കാണും എന്നാണ് വെളിപാട് 1:7 പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കളെ, അതാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത. അന്ന് കർത്താവ് തൻ്റെ മഹത്വ പ്രത്യക്ഷതയോടുകൂടെ ഇറങ്ങി ഭൂമിയിലേക്ക് വന്ന് തൻ്റെ കാൽ ഒലിവുമലയിൽ വെക്കുമ്പോൾ അത് 2 ചീന്തി അവിടെ യെരുശലേം നഗരം സ്ഥാപിച്ചുകൊണ്ട്, സിയോൻ നഗരം സ്ഥാപിച്ചുകൊണ്ട് കർത്താവ് അവിടെ വാഴും. 1000 വർഷം ഭൂമിയെ ഭരിക്കും. തൻ്റെ കാൽ ഭൂമിയിൽ
കാൽപാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ തന്നെ ഭൂമി പഴയ ഏതൻ തോട്ടം പോലെ ആയി മാറും. ഇവിടെ പാപമില്ല, ശാപമില്ല. സാത്താനെ 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അടച്ചു പൂട്ടും. അപ്പോൾ ഇവിടെ മത്സരിക്കാൻ ആരുമില്ല, ശാപമില്ല, പാപമില്ല, രോഗമില്ല. അങ്ങനെ 1000 വർഷം കർത്താവ് ഈ ഭൂമിയെ ഭരിക്കും. അന്ന് നാം ഉൽപ്രാവണം ചെയ്തുകൊണ്ടുപോയ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും എല്ലാം കർത്താവിനോട് കൂടെ ഇരുന്ന് ഭൂമിയെ ഭരിക്കും എന്ന് നാം അറിയണം. ഈ സന്തോഷ വർത്തമാനം നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇത്ര വലിയൊരു രക്ഷ നാം അഗണ്യമാക്കരുത്. ഇത് കഴിഞ്ഞാൽ കർത്താവ് അന്ത്യന്യായാസനം ഇട്ട് വെള്ളസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ മരിച്ചവരെയും ജീവിക്കുന്നവരെ അപാലവൃത്തം വിളിച്ചു വരുത്തി രക്ഷിക്കപ്പെട്ടവരെ രക്ഷയിലേക്ക് പറഞ്ഞയക്കും, രക്ഷിക്കപ്പെടാത്തവരെ നരകത്തിലേക്ക് പറഞ്ഞയക്കും. അന്ന് സാത്താനെയും അവന്റെ സൈന്യത്തെയും നിത്യനരകത്തിലേക്ക് പറഞ്ഞുവിടും. ദൈവമക്കളെ, ശിക്ഷാവിധി കൊടുക്കുന്ന ന്യായവിധിയുടെ സമയമാണ് ആ സമയം. അത് 1000 വർഷം കഴിയുമ്പോൾ. എന്നിട്ട് നമ്മെ കർത്താവ് നിത്യതയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്താ കാണുന്നത്? പുത്തനരിശിലെയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും ഭൂമിയിലേക്ക്. അതൊരു പ്ലാനറ്റ് ആയിരിക്കും പ്രിയ ദൈവമക്കളെ, നമുക്കറിയില്ല. കാരണം ഈ പ്ലാനറ്റ് മാറും. ഈ പുതിയ ഭൂമിയും ഈ ആകാശവും എല്ലാം മാറിപ്പോകും. ഭൂമി കത്തി അഴിഞ്ഞു പോകും എന്നാണ് പറയുന്നത്. സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ രക്തപങ്കില നിറമാവും, നക്ഷത്രങ്ങൾ പ്രകാശം കൊടുക്കാതെയാവും. ഇത് എപ്പോഴാണ് സംഭവിക്കാൻ പോണത്? ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ഇവിടെ പ്ലാനറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പ്ലാനറ്റ് നമുക്ക് തന്റെ മക്കൾക്ക് ജീവിക്കാൻ ഇതാ ഇറങ്ങി വരുന്നു. അതാണ് പുത്തനരിശിലേം. അതൊരു നഗരം, അതിന്റെ വീതിയും നീളമൊക്കെ ബൈബിളിൽ വെളിപാട് പുസ്തകത്തിൽ പറയുന്നു. പ്രിയ ദൈവമക്കളെ ഓർക്കുക. അപ്പോൾ അത്ര ഒരു വലിയ രക്ഷയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അനന്തകോടി വർഷങ്ങളാണ് നിത്യത. ആ നിത്യത നമ്മുടെ പിതാവായ ദൈവത്തോടുകൂടെ, പുത്രനായ ദൈവത്തോടുകൂടെ, പരിശുദ്ധാത്മാവാം ദൈവത്തോടുകൂടെ നാം നിത്യതയിൽ വാഴും ദൈവമക്കളെ. ഇത്ര മഹത്തായ, ഇത്ര അത്ഭുതകരമായ, ഇത്ര അതിമഹത്തായ ഒരു രക്ഷയെ നിങ്ങൾക്ക് എങ്ങനെ അഗണ്യമാക്കാൻ കഴിയും? അതുകൊണ്ട് ഇതാണ് സുപ്രധാന സമയം. ഇതാണ് രക്ഷാ ദിവസം. മാറ്റിക്കളയരുത്, നീട്ടിവെക്കരുത് ദൈവമക്കളെ. ഒരു കാലസമ്പൂർണതയിലാണ് നടന്ന കാര്യമാണ് യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനം. ഇനിയൊരു കാലസമ്പൂർണതയിൽ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? സ്വർഗത്തിലെയും ഭൂമിയിലെയും ഉള്ള സകല ഭവനങ്ങളും ക്രിസ്തയേശുവിൽ ഒന്നായി തീരും എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമം തുടങ്ങുന്നത് മത്തായി എഴുതിയ സുവിശേഷം മുതലാണ്. അതായത് മത്തായി എഴുതിയ സുവിശേഷം 1-ാം പുസ്തകം, ഗ്രന്ഥകർത്താവ് മത്തായി, അധ്യായങ്ങൾ 28, വാക്യങ്ങൾ 1071, എഴുതിയ കാലഘട്ടം AD 37. പ്രധാന വ്യക്തികൾ യേശു, മറിയ, ജോസഫ്, ഹെരോദാവ്, യോഹന്നാൻ സ്നാപകൻ, ശിഷ്യന്മാർ, കയ്യഫാവ് മഹാപുരോഹിതൻ, പിലാത്തോസ്, മഗ്ദലക്കാരി മറിയ. പ്രധാന സ്ഥലങ്ങൾ വന്നിട്ട് ബെത്ലഹേം, നസ്രത്ത്, ഗലീല, കഫർനഹൂം, യെരുശലേം. മുഖ്യ സംഭവങ്ങൾ അഥവാ നാഴികക്കല്ലുകൾ എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. യഹൂദന്മാരുടെ രാജാവിനെ തേടി വന്ന ജ്ഞാനികൾ, വിദ്വാൻമാർ യേശുവിനെ കണ്ടെത്തുന്നു. ബെത്ലഹേമിലും അതിന്റെ ചുറ്റുപാടുമുള്ള 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ഹെരോദാവിന്റെ കൽപ്പനയാൽ കൊല്ലുന്നു. യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു. യേശുവിന്റെ ഗിരിപ്രഭാഷണം. യേശു തന്നെ അനുഗമിക്കുവാൻ മത്തായിയെ വിളിക്കുന്നു. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർക്ക് ഭക്ഷണം നൽകുന്നു. യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന് പത്രോസ് പ്രഖ്യാപിക്കുന്നു. മോശയോടും ഏലിയാവിനോടുമൊപ്പം യേശു മറുരൂപമലയിൽ പ്രത്യക്ഷപ്പെടുന്നു. ദാവീദ് പുത്രന് ഹോശന്ന പാടുന്നു. പിലാത്തോസ് കൈയെഴുകുന്നു. യേശു 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് പോകുന്നു. പുതിയ നിയമത്തിൽ 2-ാം പുസ്തകം മർക്കോസ് എഴുതിയ സുവിശേഷം, ഗ്രന്ഥകർത്താവ് മർക്കോസ്, അധ്യായങ്ങൾ 16, വാക്യങ്ങൾ 678.
എഴുതിയ കാലഘട്ടം AD 57 മുതൽ 63 വരെ. പ്രധാന വ്യക്തികൾ: യേശു, ശിഷ്യന്മാർ, പിലാത്തോസ്, സഭാ മേധാവികൾ. പ്രധാന സ്ഥലങ്ങൾ വന്നിട്ട് നസ്രയത്ത്, ഗലീല, കഫർന്നഹൂം, യെരുശലേം. മുഖ്യ സംഭവങ്ങൾ അഥവാ നാഴികക്കല്ലുകൾ: മാനസാന്തരപ്പെടുവാനുള്ള യോഹന്നാൻ സ്നാപകന്റെ ആഹ്വാനം. യേശു ശിമോൻ പത്രോസിനെ വിളിക്കുന്നു. നല്ല നിലത്ത് വീണ വിത്ത് കുറിച്ച് യേശു സംസാരിക്കുന്നു. യേശു രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കുന്നു. മരിച്ച പെൺകുട്ടിയെയും ഉയർപ്പിക്കുന്നു. യേശു 7 അപ്പം കൊണ്ട് 4000 പേർക്ക് ഭക്ഷണം നൽകുന്നു. യേശു നാണയം കൈമാറ്റക്കാരെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുന്നു. വിധവയുടെ ചില്ലിക്കാശ് പറ്റി യേശു സംസാരിക്കുന്നു. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുകയില്ലെന്ന് പ്രഖ്യാപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു. യേശു ക്രൂശിക്കപ്പെടുന്നു. യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ നിയമം, 3-ാം പുസ്തകം ലൂക്കോസ് എഴുതിയ സുവിശേഷമാണ്. ഗ്രന്ഥകർത്താവ് ലൂക്കോസ്. അധ്യായങ്ങൾ 24, വാക്യങ്ങൾ 1151. എഴുതിയ കാലഘട്ടം AD 58 മുതൽ 63 വരെ. ഇത് ഒരു അനുമാനമാണ് എന്നറിയണം. പ്രധാന വ്യക്തികൾ വന്നിട്ട് യേശു, എലിസബത്ത്, സക്കറിയാവ്, യോഹന്നാൻ സ്നാപകൻ, മറിയ, ശിഷ്യന്മാർ, ഹെരോദാവ്, പിലാത്തോസ്, മഗ്ദലക്കാരി മറിയ. പ്രധാന സ്ഥലങ്ങൾ: ബേത്ലഹേം, നസ്രത്ത്, ഗലീല, കഫർന്നഹൂം, യെരുശലേം. മുഖ്യ സംഭവങ്ങൾ: നാഴികക്കല്ലുകൾ. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനവും പൂർത്തീകരണവും. മറിയ ദൈവപുത്രന്റെ മാതാവാകുമെന്ന് ദൈവദൂതൻ അവളെ അറിയിക്കുന്നു. ശിമ്യോനും ഹന്നായും യെരുശലേം ദേവാലയത്തിൽ വെച്ച് ശിശുവായ യേശുവിനെ കാണുന്നു. യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. നല്ല ശമരിയക്കാരന്റെ കഥ യേശു പറയുന്നു. മുടിയനായ പുത്രന്റെ കഥയും കർത്താവ് പഠിപ്പിക്കുന്നു. ധനികനായ യുവാവ് യേശുവിന്റെ അടുക്കൽ വരുന്നു. സക്കായിയുടെ മാനസാന്തരത്തെക്കുറിച്ച് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. യെരുശലേമിനെ നോക്കി യേശു കരയുകയാണ്. യേശുവും ശിഷ്യന്മാരും പെസഹ ആചരിക്കുന്നു. യേശുവിന്റെ ഗത്സമനയിലെ പ്രാർത്ഥന: ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കുമെന്ന് യേശുവിന്റെ ഇടതുഭാഗത്ത് ക്രൂശിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട കള്ളനോട് യേശു വിളിച്ചു പറയുന്നു. യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. യേശുവിന്റെ സ്വർഗാരോഹണം. പുതിയ നിയമം 4-ാം പുസ്തകം വന്നിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ്. ഗ്രന്ഥകർത്താവ് യോഹന്നാൻ. അധ്യായങ്ങൾ 21, വാക്യങ്ങൾ 879. എഴുതിയ കാലഘട്ടം AD 90 അനുമാനം. പ്രധാന വ്യക്തികൾ വന്നിട്ട് യേശു, ശിഷ്യന്മാർ, യോഹന്നാൻ സ്നാപകൻ, മാർത്ത, മറിയ, ലാസർ, മഗ്ദലക്കാരി മറിയ, യേശുവിന്റെ അമ്മ മറിയ, പിലാത്തോസ്. പ്രധാന സ്ഥലങ്ങൾ: യെരുശലേം, ഗലീല, ബഥാനിയ. മുഖ്യ വിഷയങ്ങൾ അഥവാ നാഴികക്കല്ലുകൾ വന്നിട്ട് യേശു യോഹന്നാൻ സ്നാപകനിൽ നിന്ന് സ്നാനമേൽക്കുന്നു. യോഹന്നാൻ 1-ാം അധ്യായം 29 മുതൽ 34 വരെ. അടുത്ത് യേശു വെള്ളത്തെ വീഞ്ഞാക്കുന്നു. യോഹന്നാൻ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പരീശനും യഹൂദന്മാരുടെ പള്ളിപ്രമാണിയുമായ നിക്കോദെമോസ് യേശുവിനെ കണ്ടുമുട്ടുന്നു. ശമരിയക്കാരി മാനസാന്തരപ്പെടുന്നു. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ പോഷിപ്പിക്കുന്നു. ജന്മന കുരുടനായിരുന്നവനെ യേശു സൗഖ്യമാക്കുന്നു. ഞാൻ നല്ലയിടയനാകുന്നുവെന്ന് യേശു വിളിച്ചു പറയുകയാണ്. യോഹന്നാൻ 10 അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചെടുക്കാണ്. യേശു മരിച്ച ലാസറിനെ ഉയർപ്പിക്കുകയാണ്. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ യേശു തന്റെ മാതാവിന്റെ സംരക്ഷണം യോഹന്നാനെ ഏൽപ്പിക്കുന്നു. കുരിശിൽ കിടക്കുമ്പോൾ ചെയ്ത ഒരു കർമ്മമാണത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യനായ തോമസിനെ പ്രത്യക്ഷനാകുന്നു. യേശു 21-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു തിബരിയാസ് കടൽപ്പുറത്ത് വെച്ച് പത്രോസിനെയും കൂട്ടരെയും കണ്ടുമുട്ടുന്നു. പുതിയ നിയമ പുസ്തകത്തിൽ അടുത്ത പുസ്തകം ഏതാണ്? 5-ാം പുസ്തകം. അത് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകമാണ്. ഗ്രന്ഥകർത്താവ് വൈദ്യരായ ലൂക്കോസ് ആണ്. അധ്യായങ്ങൾ 28, വാക്യങ്ങൾ 1007,
എഴുതിയ കാലഘട്ടം AD 63. പ്രധാന വ്യക്തികൾ: യേശു, പത്രോസ്, യോഹന്നാൻ, സ്തഫാനോസ്, പൗലോസ്, ബർന്നബാസ്, ശീലാസ്, അനന്യാസ്, അഗ്രിപ്പ രാജാവ്, ഫെലിക്സ്, ഫെസ്തോസ്. പ്രധാന സ്ഥലങ്ങൾ വന്നിട്ട് യെരുശലേം, ദമസ്കസ്, അന്ത്യോക്യ. മുഖ്യ വിഷയങ്ങൾ അഥവാ നാഴികക്കല്ലുകൾ വന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുമ്പോൾ ലോകത്തിന്റെ അറ്റത്തോളം യേശു ക്രിസ്തുവിന്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നവരുടെ മേൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളായി ആവസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കലിരുന്ന മുടന്തന്റെ സൗഖ്യം. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറഞ്ഞ അനന്യാസും സഫീരയും മരണശിക്ഷ അനുഭവിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ. സ്തഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം. എത്യോപ്യൻ രാജ്ഞിയുടെ ഷണ്ണൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം. കർത്താവ് ശൗലിനെ വിളിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം. കാരാഗൃഹ പ്രമാണിയും കുടുംബവും കർത്താവിൽ വിശ്വസിച്ചു സ്നാനമേൽക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം. യുത്തിക്കോസ് എന്ന ഒരു ചെറുപ്പക്കാരൻ പ്രസംഗം കേട്ട് പൗലോസ് 3-ാമത്തെ നിലയിൽ നിന്ന് താഴെ വീണ് മരിച്ചു. പൗലോസ് അയാളെ ഉയർപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ. നടുക്കടലിൽ പൗലോസിന്റെയും 275 സഹയാത്രികരുടെയും ഒരു 14 ദിവസത്തെ ഉപവാസവും രക്ഷപ്പെടലുമാണ് പിന്നെ നാം കപ്പൽ ഛേദത്തിലൂടെ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം. പ്രിയ ദൈവമക്കളെ, പുതിയ നിയമത്തിൽ ഇനി അവശേഷിക്കുന്നത് ലേഖനങ്ങളാണ്. അവസാനം വെളിപാട് പുസ്തകം. അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതി. യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, യൂദ തുടങ്ങിയവരും എഴുതി ചേർത്തിട്ടുണ്ട്. അവസാനമായി ചേർക്കപ്പെട്ട പുസ്തകം വെളിപാട് പുസ്തകമാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് തന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ കൊണ്ട് പത്മോസ് ദ്വീപിൽ വെച്ച് എഴുതിപ്പിച്ച വെളിപാട് എന്ന് നാം അറിയണം. ഇത് 27-ാം പുസ്തകമാണ്. ഗ്രന്ഥകർത്താവ് അപ്പോസ്തലനായ യോഹന്നാൻ. എഴുതിയ കാലഘട്ടം AD 75. പ്രധാന വ്യക്തികൾ: യേശു, യോഹന്നാൻ. പ്രധാന സ്ഥലങ്ങൾ: പത്മോസ്, ആസിയ, എഫസോസ്, സ്മർന, പെർഗമോസ്, ത്യുതൈര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്ക. ഇതൊരു പ്രവചന പുസ്തകമാണ്, വെളിപാട് പുസ്തകം. ഈ പുസ്തകം മുദ്രയിടപ്പെടാത്ത ഒരു പുസ്തകമാണ്. വെളിപാട് പുസ്തകം അന്ത്യകാലത്ത് ജീവിക്കുന്ന മനുഷ്യരോടുള്ള ദൈവത്തിന്റെ അവസാനത്തെ വാക്കാണ്. വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ്. ഇത് പഴയ നിയമത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥവുമാണ്. പഴയ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള 400ഓളം പരാമർശനങ്ങൾ, സൂചികകൾ ഇതിലുണ്ട്. ഇത് പൂർത്തീകരണത്തിന്റെ പുസ്തകമാണ്. ഉൽപ്പത്തിയിൽ ആരംഭിച്ച ദൈവിക വീണ്ടെടുപ്പിന്റെ പദ്ധതി വെളിപാടിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ പുസ്തകം വായിക്കുന്നവർക്കും വായിച്ച് കേൾപ്പിക്കുന്നവർക്കും ഇതിൽ എഴുതിയിട്ടുള്ളത് അനുസരിക്കുന്നവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുന്നു, വാഗ്ദത്തം ചെയ്യുന്നു. 7 സഭകൾക്ക് കൊടുക്കുന്ന ദൂതുകൾ ഇതിലുണ്ട്. അത് നാം വായിച്ച് ധ്യാനിച്ച് പഠിക്കേണ്ടതാണ്. അന്ത്യകാലവുമായി ഈ കാലവുമായി വളരെ പ്രസക്തമായ ദൂതുകളാണ് ഈ 7 സഭകളോടുള്ള ദൂതുകൾ. അത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. യേശു ക്രിസ്തു നേരിട്ട് സംസാരിക്കുന്നു ഈ സുവിശേഷങ്ങളിലും ബൈബിളിലും കൂടെ. മറ്റുള്ള ലേഖനങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ തന്റെ ദാസന്മാരായ വിശുദ്ധന്മാരിലൂടെ സംസാരിക്കുന്നു. യേശു നൽകുന്ന സമൃദ്ധിയായ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സമൃദ്ധിയായ ജീവൻ, സമൃദ്ധിയായ അനുഗ്രഹം, സമൃദ്ധിയായ സന്തോഷം, സമൃദ്ധിയായ നിത്യജീവൻ. വേദപുസ്തകം ദൈവത്തിന്റെ സമ്പൂർണ്ണ വെളിപ്പാടാണ്. എന്നാൽ സയൻസ് ഭാഗികമായി
പൊരുത്തപ്പെട്ട അറിവാണ്. ഹെർബർട്ട് സ്പെൻസർ എന്ന മഹാപണ്ഡിതൻ പറഞ്ഞിരിക്കുകയാണ്, വേദപുസ്തകം ഒരു ശാസ്ത്ര ഗ്രന്ഥം അല്ല, പക്ഷേ അനേകം ശാസ്ത്ര സത്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 3500 വർഷങ്ങളായി നിരവധി എതിർപ്പുകളും പീഡനങ്ങളും സഹിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ മുന്നേറ്റം നടക്കുന്നു. ശതാബ്ദങ്ങളെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബൈബിൾ അവിടെ തന്നെ നിൽക്കുന്നു. നിരീശ്വരവാദികൾ അതിനെ പരിഹസിക്കുന്നു. ബൈബിൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അവിശ്വാസികൾ അതിനെ പരിത്യജിക്കുന്നു. എന്നാൽ ബൈബിൾ അവിടെ തന്നെ നിൽക്കുന്നു. യുക്തിവാദത്തിന്റെ മൂടൽമഞ്ഞ് അതിനെ താൽക്കാലികമായി മറയ്ക്കുന്നു. എങ്കിലും ബൈബിൾ അവിടെ തന്നെ നിൽക്കുന്നു. കാലത്തിന്റെ കരാള ദൃശ്യങ്ങൾ അതിനെ കാർന്നു തിന്നുന്നുവെങ്കിലും ആഘാതമേൽക്കാതെ ബൈബിൾ അവിടെ തന്നെ നിൽക്കുന്നു. നവമതക്കാർ ബൈബിളിനെ വ്യാഖ്യാനിച്ചു തള്ളുന്നുവെങ്കിലും ബൈബിൾ അങ്ങനെ തന്നെ അവിടെ തന്നെ നിൽക്കുന്നു. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നുവെന്ന് യെശയ്യാ 40-ാം അധ്യായം 8-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്ന ദൈവം മാനവജാതിയുടെ അവസാനമില്ലാത്ത ഒരു പരമ്പര തന്നെ ദിനംപ്രതി വേദവായനയുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ജനിക്കുകയും ജീവിക്കുകയും വിവാഹം കഴിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. എന്നൊന്നുകൂടെ ആവർത്തിക്കട്ടെ, മാനവജാതിയുടെ അവസാനമില്ലാത്ത ഒരു പരമ്പര തന്നെ ദിനംപ്രതി വേദവായനയുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ജനിക്കുന്നു, ജീവിക്കുന്നു, വിവാഹം കഴിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ബൈബിൾ എല്ലാ ജാതിക്കാരോടും മതക്കാരോടും സ്നേഹമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും ഇതിനെ വിലമതിക്കുന്നു. ഇപ്രകാരം മറ്റൊരു പുസ്തകത്തെക്കുറിച്ചും പറയുവാൻ സാധ്യമല്ല. ആത്മാവിൽ പെയ്തിറങ്ങുന്ന ഈ വചനമാരി എല്ലാവരും നുകരുന്നു. എല്ലാ സൃഷ്ടികളോടും ഇത് ഒരുപോലെ സംസാരിക്കുന്നു, തൃപ്തരാക്കുന്നു. പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിനെ കണ്ടെത്തുക. പഴയ നിയമം യഹൂദന്മാർക്കാണെങ്കിൽ പുതിയ നിയമം മുഴുലോകർക്കുമായി ദൈവം തന്നിരിക്കുകയാണ്. നിത്യതയാണ് മുഖ്യ വിഷയം. യേശുക്രിസ്തുവിലൂടെ സർവശക്തനായ ദൈവം വെച്ച് നീട്ടുന്നു ഈ നിത്യത. കഴിഞ്ഞ 2000 വർഷങ്ങൾ കൊണ്ട് ഭൂമിയിൽ ദൈവം അയച്ച പരിശുദ്ധാത്മാവ് നമ്മിലും നമ്മോടുകൂടെയും വസിച്ചുകൊണ്ട് ക്രിസ്തുവിലൂടെ പിതാവിന്റെ ഭവനത്തിലെത്താൻ നമ്മെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്ത്യകാല അഭിഷേകത്തിൽ നിറയുവാനും ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം. ഈ ലോകത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിന്ന് കളിക്കുന്ന കള്ളപ്രവാചകന്മാരെയും ദർശകന്മാരെയും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനുള്ള വിവേചനത്തിന്റെ ആത്മാവിനായി നാം പ്രാർത്ഥിച്ച് അത് സ്വായത്തമാക്കണം. ക്രിസ്തുവിന്റെ രാജ്യത്തിനുമെതിരെ പോരാടുന്ന എതിർ ക്രിസ്തുവിനെ ലോകത്തിന്റെ വിരൽത്തുമ്പിലാക്കിക്കൊണ്ട് അവൻ ക്രിസ്തുവിന്റെ രാജ്യത്തിനുമെതിരെ പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ സൈന്യത്തെയും അവനെയും ജയിച്ചടക്കുവാൻ നമ്മുടെ സഹായത്തിന് എത്തുന്ന സ്വർഗീയ സൈന്യത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാം, ജയം നിശ്ചയം. ബൈബിളിലെ ജീവരസം ഭാഷാമാധ്യമത്തിലൂടെ പകർന്നു കൊടുക്കുവാൻ ഒരു സിസ്റ്റാവിനല്ലാതെ മറ്റാർക്ക് കഴിയും ദൈവമക്കളെ? ഇത് മനുഷ്യരാശിയുടെ അനുഗ്രഹവും ജീവന്റെ ഉറവിടവും ആത്മാവിന്റെ ചുമടുതാങ്ങയും സർവ്വലോകത്തിന്റെയും പരിഹാരമാർഗവും അത്രേ എന്ന് മനസ്സിലാക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ദൈവം തന്നെ മഹാശ്രകടയിൽ നമ്മെ അണയ്ക്കട്ടെ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.